നമസ്കാരം, ഞാൻ സാബു വെള്ളാരപ്പള്ളി. നെടുമ്പാശ്ശേരിയിൽ നിന്നും ബാലുശ്ശേരിയിലേക്കുള്ള യാത്രയാണ് ഇന്നൊരു ശനിയാഴ്ചയാണ്. നാളെ ഞായറാഴ്ച ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നതാണ്. എന്നാൽ പിന്നെ ഒരു ദിവസം നേരത്തെ പോയി എവിടെയെങ്കിലും ഒരു ദിവസം രാത്രി തങ്ങാം എന്നുള്ള പരിപാടിയിൽ ഭാര്യയും കുട്ടികളുമൊത്തുള്ള യാത്രയാണ്. കക്കടാംപൊയിൽ എന്ന ഹിൽ സ്റ്റേഷനാണ് നാം താമസിക്കുവാനായി തിരഞ്ഞെടുത്തത്. കക്കടാംപൊയിലിനടുത്തുള്ള നായിടംപൊയിൽ എന്ന സ്ഥലത്താണ് കൃത്യമായി ആ റിസോർട്ട് ഞങ്ങൾ കിട്ടിയത്. കൂൾ ഓക്സിൻ എന്ന റിസോർട്ടിലാണ് ഞങ്ങൾ താമസിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 8500 രൂപയാണ് ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിന് കൂൾ ഓക്സിൻ ചാർജ് ചെയ്യുന്നത്. നല്ല സുന്ദരമായ വഴികളാണ്, ഹെയർപിൻ കർവുകൾ താണ്ടിക്കൊണ്ടുള്ള നല്ല വഴികളിലുള്ള യാത്ര. കക്കടാംപൊയിൽ വരെ വഴി നല്ലതാണെങ്കിൽ കൂടി അവിടെ നിന്ന് നായിടാംപൊയിലേക്കുള്ള യാത്ര വഴി കുറച്ച് റിപ്പയർ നടക്കുന്നതിനാൽ അല്പം ദുരിതമാണ്. നമ്മുടെ വണ്ടി ഒരു പാർക്കിംഗ് ലൊക്കേഷൻ വരെ മാത്രമേ എത്തുകയുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൂളോക്സിൻ്റെ അവരയക്കുന്ന ജീപ്പിൽ ആണ് നമ്മൾ ഒരു 4 വീൽ ഡ്രൈവിലാണ് ഒരു ഓഫ് റോഡ് യാത്ര ചെയ്തുകൊണ്ട് 2.5 കിലോമീറ്ററോളം ഓഫ് റോഡ് യാത്ര ചെയ്തുകൊണ്ടാണ് റിസോർട്ടിൽ എത്തിച്ചേരുക. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ഫ്രീ റൈഡാണ്. നല്ല രസകരമായ യാത്ര, ഓഫ് റോഡിൻ്റെ എല്ലാവിധ ചലഞ്ചുകളും ഭയപ്പെടുത്തുന്ന ഒരു യാത്രയാണ്. ഡ്രൈവർ വളരെ ചെറുപ്പക്കാരനായ ഒരു പയ്യനാണെങ്കിൽ കൂടി വളരെ രസകരമായിക്കൊണ്ടാണ് ഇതിലൂടെ വണ്ടി ഓടിച്ചു കൊണ്ട് പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് കുരിശുമല എന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നില്ല, നേരെ കൂളോക്സിലേക്ക് റിസോർട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇടതുവശത്തേക്ക് കയറിപ്പോയാലാണ് കുരിശുമല വ്യൂ പോയിൻറ്റിലേക്ക് എത്താൻ സാധിക്കുക. ഈ ഭാഗത്തൊക്കെ റോഡ് വളരെയധികം കുണ്ടും കുഴികളും നിറഞ്ഞതാണ്. ശരിക്കും ഓഫ് റോഡ് ഡ്രൈവിംഗ് ആസ്വദിക്കുക തന്നെ ചെയ്തു. ഇന്നിപ്പോൾ റിസോർട്ടിൽ പോയി ചെറുതായി ഒന്ന് റിഫ്രഷ് ആവണം, ചായ കുടിക്കണം. 3 മണി വൈകുന്നേരമായിരിക്കുന്നു. ഇപ്പോൾ 3:30 ആയിരിക്കുന്നു. 3 മണിക്കാണ് ചെക്കിംഗ് ടൈം. 6 മണിയോടുകൂടി സൂര്യാസ്തമയമാകും. അപ്പോഴേക്കും കുറച്ച് ഒന്ന് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്നാണ് കരുതുന്നത്. നല്ല രസകരമായ യാത്രയാണ്. കാട്ടിലൂടെ കുണ്ടും കുഴി നിറഞ്ഞ വഴികളിലൂടെ ചാടിയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുക തന്നെ ചെയ്തു. ഒരുപക്ഷെ 1000 രൂപയൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു ഓഫ് റോഡ് ഡ്രൈവ് റെഡ് ഓക്സിൻ്റെ ചിലവിൽ നമുക്കിവിടെ കിട്ടുകയാണ്. 2.5 കിലോമീറ്ററാണ് ഈ ഓഫ് റോഡ് നമുക്ക് താണ്ടേണ്ടതുള്ളത്. ചിലയിടങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞ ടാറുണ്ടെങ്കിലും മറ്റിടങ്ങളിൽ ടാർ ചെയ്തിട്ടില്ലാത്ത ഭാഗങ്ങളാണ്. കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോകാനുള്ള ദൂരമേ ഉള്ളൂ. റെഡ് കൂളോക്സിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഇറക്കം ഇറങ്ങി ചെല്ലുന്ന ഇതാണ് കൂളോക്സിൻ റിസോർട്ട്. ഇത് നമ്മളുടെ 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ്. ഒരു കുന്നിൻ ചെരുവിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ മറുവശത്തുള്ള മലകളിലേക്ക് മുഖാമുഖമായി കൊണ്ടു നിൽക്കുന്ന ഭംഗിയുള്ള വൃത്തിയുള്ള റിസോർട്ട്. എതിരെ കാണുന്ന മലയിലും ഒരുപാട് റിസോർട്ടുകൾ കാണാൻ സാധിക്കും. നല്ല രസമുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ചായ കുടി കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഞങ്ങൾ സമയം കളയാതെ 1 മണിക്കൂറിൽ താഴെയുള്ളൂ ഇനി ഇവിടെ ഒന്ന് കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട്. കൂളോക്സിനിലെ സ്വിമ്മിംഗ് പൂൾ, ഇൻഫിനിറ്റ് സ്വിമ്മിംഗ് പൂളാണ് കാണുന്നത്. വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്.
അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് തൽക്കാലം ഞങ്ങൾ വേണ്ട എന്ന് വച്ചിരിക്കുകയാണ്. കുറച്ച് നടന്നിട്ട് വരാം. സൈഡിൽ കാണുന്ന കമ്മ്യൂണിസ്റ്റ് വച്ച ഇപ്പോൾ പലയിടത്തും കാണാനില്ലാത്ത പല ചെടികളും നമുക്കിവിടെ സൈഡിൽ കാണാൻ സാധിക്കും. ഇതുവരെ കാണുന്നതാണ് കുരിശുമല വ്യൂ പോയിൻ്റ്. ആളുകൾ അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് എന്തായാലും അവിടെ എത്താനുള്ള സമയമിന്നില്ല. അവിടെ എത്താൻ സാധിക്കും, പക്ഷേ അപ്പോഴേക്കും ഇരുട്ടാവും, പിന്നെ തിരിച്ചു വരിക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കുരിശുമല തൽക്കാലം ഞങ്ങൾ കയറണ്ട എന്നാണ് തീരുമാനം. എന്നാൽ അതിനേക്കാൾ ഉയരത്തിലാണ് കൂളോക്സിൻ റിസോർട്ടിനോട് ചേർന്നിട്ടുള്ള മറ്റൊരു വ്യൂ പോയിൻ്റ്. അവിടെ കയറിയാലും ഇതേ കാഴ്ചകളൊക്കെ തന്നെയാണ്, ഇതിനേക്കാൾ ഭംഗിയായ കാഴ്ചകളാണ് എന്ന് അറിഞ്ഞതിനാൽ കുരിശുമല കയറ്റം ഞങ്ങൾ തൽക്കാലം വേണ്ട എന്ന് വച്ചിരിക്കുകയാണ്. ജൈവ വൈവിധ്യങ്ങൾ, ധാരാളം പൂക്കൾ, വീണ്ടും കമ്മ്യൂണിസ്റ്റ് പച്ച. സമയം സന്ധ്യയോടടുക്കുന്നു, സൂര്യാസ്തമയത്തോടടുക്കുന്നു. ഇപ്പോഴും ആളുകൾ കുരിശുമലയുടെ മുകളിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. തിരിച്ച് പോകാൻ തീരുമാനിച്ചു. റിസോർട്ടിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് സൂര്യാസ്തമയം കാണാം എന്നാണ് കരുതുന്നത്. ഇത് റിസോർട്ടിനുള്ളിലുള്ള ചെറിയൊരു വ്യൂ പോയിൻ്റാണ്. എന്നാൽ വേണ്ട രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങോട്ടുള്ള ആക്സസ്സൊക്കെ പുല്ല് പിടിച്ച് കിടക്കുകയാണ്. കുട്ടികൾ അവിടെ നിന്ന് ഇറങ്ങി സന്ദർശിച്ചെങ്കിലും അങ്ങനെ അധികം ആളുകൾ ഇറങ്ങുന്ന സ്ഥലമല്ല എന്നാണ് മനസ്സിലായത്. ഇവിടെ നിന്ന് എതിരെയുള്ള മലകളിലേക്ക് നോക്കുമ്പോൾ വളരെ ഭംഗിയാണ്. സൂര്യാസ്തമയമായി, എന്നാൽ ചെറിയ മൂടൽ മേഘങ്ങളുള്ളതിനാൽ കൃത്യമായി കൊണ്ട് സൂര്യാസ്തമയം കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ഖേദമുണ്ട്. അതോടൊപ്പം തന്നെ കോടമഞ്ഞില്ല എന്നുള്ള ഒരു സങ്കടം വേറെയുമുണ്ട്. തണുപ്പുണ്ടെങ്കിലും ചെറിയൊരു മഴയൊക്കെ പെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായ ഒരു കോടമഞ്ഞിൻ്റെ ആവരണമൊക്കെ കാണാൻ പറ്റിയേനെ. രാത്രിയായിരിക്കുന്നു. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ച് ഉറങ്ങുക എന്നുള്ള ഒരു പരിപാടിയാണ്. കുറച്ച് നേരം ക്യാരംസൊക്കെ കളിച്ചിരുന്നു. നല്ല ഭക്ഷണമാണ്. 200 രൂപ പെർ ഹെഡ് ചാർജ് ചെയ്യുന്നുണ്ട് കൂളോക്സിൻ. ഇന്നിവിടെ എല്ലാ മുറികളും സോൾഡ് ഔട്ടാണ്. അവസാന റൂമാണ് ഒരു പക്ഷേ ഞങ്ങൾ കിട്ടിയിട്ടുള്ളത്. അടുത്ത റൂമിൻ്റെ മുകളിൽ പാർട്ടിക്കുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. അടുത്ത അപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് കുട്ടികളാണ് ഉള്ളത്. അവർ പൂർണ്ണമായി സന്തോഷിക്കുക തന്നെ ചെയ്യുകയാണ്. അങ്ങനെ ഗുഡ് നൈറ്റ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നേരം പുലർന്നു. രാവിലെ തന്നെ വ്യൂ പോയിന്റിലേക്ക് യാത്ര ആരംഭിച്ചു. സൂര്യോദയം കാണുക എന്നുള്ളതാണ് ലക്ഷ്യം. കുറച്ച് ദുർഘടമാണ് ഈ പാത. ഒരു വടി കിട്ടിയത് കൊണ്ട് ഹസീനയ്ക്ക് കുത്തി നടക്കാൻ എളുപ്പമായി. പാമ്പുകളുണ്ടോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും ഒരു ധൈര്യം സംഭരിച്ച് അങ്ങനെ മുകളിലേക്ക് കയറി ചെന്നു. നേരം വെളുത്തു തുടങ്ങി. സൂര്യോദയത്തിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ആളുകളൊക്കെ അവിടെ കാണാം. ഞങ്ങളും അല്പം ദുർഘടമെങ്കിലും ഈ വ്യൂ പോയിന്റിലേക്ക് എത്തുക എന്നുള്ള ദൃഢനിശ്ചയത്തിൽ തന്നെ മുകളിലേക്ക് പതിയെ കയറിക്കൊണ്ടേയിരുന്നു. അതിമനോഹരമായ, നയനങ്ങൾക്ക് ആനന്ദം പകരുന്ന കാഴ്ചകളാണ് എങ്ങും. ഇപ്പോൾ നമുക്ക് ആകാശം ചെങ്കുപ്പായമണിഞ്ഞതായി കാണാൻ സാധിക്കും. സൂര്യോദയം കാണുന്ന ഒരു ത്രില്ലിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഏകദേശം മുകളിലെത്തിയിരിക്കുന്നു. കാര്യമായ മൂടൽ ആകാശത്തില്ലാത്തതിനാൽ കാണാൻ സാധിക്കും എന്നുറപ്പാണ്. അങ്ങനെ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം. അതിമനോഹരമാണ് ഈ കാഴ്ചകൾ. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്തത്ര സുന്ദരം. കയറിയ ക്ഷീണമെല്ലാം പമ്പ കടന്നു. ഏതാണ്ട് 20-25 മിനിറ്റ് എടുത്തുകൊണ്ടാണ് മുകളിലെത്തിയത് എങ്കിലും ആ ക്ഷീണമൊന്നും ഇപ്പോൾ തോന്നുന്നില്ല.
ഇപ്പോൾ സന്തോഷം മാത്രം, ആവേശം മാത്രം. ഇന്നലെ രാത്രി തന്നെ ഇവിടെ വന്ന് ടെൻ്റടിച്ച് കിടന്ന് രാവിലെ സൂര്യ ഉദയം കാണുവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്. അവർ തന്ന ചൂട് കട്ടൻ ചായ, അതിൻ്റെ രുചി പറയുക സാധ്യമല്ല. ഇപ്പോൾ ഒരു കട്ടൻ ചായ കിട്ടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ കിട്ടിയ അമൃതമായിരുന്നു ആ ചായ. അപ്പുറത്തെ കുന്നിൻ്റെ മുകളിലും കുട്ടികൾ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഈ ടെൻറ്റിലുള്ള കുട്ടികളുടെ കൂട്ടുകാർ തന്നെയാണ് അവരും. അങ്ങ് ദൂരെ കുരിശുമല ആണ് കാണുന്നത്. അതിൻ്റെ മുകളിലും ആളുകളുണ്ട്. അവിടെ കുറച്ചുകൂടി കൂടുതൽ ആളുകളുണ്ട്. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി ഉയരം കൂടുതലുള്ള സ്ഥലത്ത് നിന്നാണ് നമ്മൾ സൂര്യോദയം കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ കാഴ്ച. ഇന്ന് രാവിലെ ഇത് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരു നഷ്ടം തന്നെ സംഭവിച്ചേനെ. ഒരുപാട് കാഴ്ചകളുണ്ട് ഈ ഭാഗത്ത് കക്കടാംപൊയിൽ കാണുവാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതൊന്നും ഞങ്ങളുടെ ഇന്നത്തെ യാത്രയിൽ പെട്ടതല്ല. കാരണം കല്യാണത്തിൽ സംബന്ധിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഒരു രാത്രി ഇവിടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. അത് വെച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ ഓഫ് റോഡ് ഡ്രൈവിംഗ്, അവിടെ മലകളിലൂടെയുള്ള നടത്തം, രാവിലത്തെ ട്രക്കിംഗ്, സൂര്യ ഉദയം, അതിൻ്റെ മനോഹരമായ കാഴ്ച, ഇതെല്ലാം ഒരു ബോണസ് പോയിൻ്റുകളായിട്ട് നമുക്ക് ലഭിച്ചതായിട്ട് കൂട്ടാം. ഇപ്പോഴും സൂര്യൻ ഉദിച്ചതിന് ശേഷവും ആളുകൾ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് 10 മണിക്കെങ്കിലും ചെക്കൗട്ട് ചെയ്ത് പോയെങ്കിലേ കല്യാണത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഞങ്ങൾ പതുക്കെ മടങ്ങുകയാണ്. കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം വന്ന വഴിയിലൂടെ തന്നെ തിരിച്ച് നടത്താം. രസകരമാണ്. വഴിയില്ലാത്ത വഴിയിലൂടെ വെട്ടിത്തെളിച്ച പോലെയുള്ള നടത്തം, അല്പം വിശ്രമം, സ്വിമ്മിംഗ് പൂളിന് അടുത്തുള്ള ഊഞ്ഞാലുകളിൽ ഇരുന്ന് ആടിക്കൊണ്ട് തണുത്ത ചെറിയ കാറ്റടിച്ചുകൊണ്ട് ഉള്ള ഇരിപ്പ് അതിരസകരം തന്നെ. ഇനി ചെക്കൗട്ട് ചെയ്ത് പോകേണ്ട സമയമായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റും ഫ്രീ ആണ്, രുചികരവുമാണ്. നാടൻ വിഭവങ്ങളാണ് ലഭിക്കുന്നത്. പുട്ട്, കറി പോലെയുള്ള സംഗതികൾ. അതോടൊപ്പം തന്നെ ആവശ്യമുള്ളവർക്ക് ബ്രെഡ്, മുട്ട തുടങ്ങിയ സംഗതികളും ലഭിക്കും. ഇൻഫിനിറ്റ് സ്വിമ്മിംഗ് പൂൾ, ഒരിക്കൽ കൂടി അതിൻ്റെ ഒരു ദൃശ്യം. ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ച് യാത്ര ആരംഭിച്ചു. 2.5 കിലോമീറ്റർ ഓഫ് റോഡ് യാത്രയാണ്. വന്ന വഴിയിലൂടെയുള്ള തിരിച്ച് യാത്ര. റിസോർട്ടിലുണ്ടായിരുന്ന സഞ്ജു, അവിടെ ഓൾ ഇൻ ഓൾ ആണ് സഞ്ജു. നമ്മുടെ ചെക്ക് ഇൻ സമയം മുതൽ ചെക്കൗട്ട് സമയം വരെയുള്ള എല്ലാവിധ സമയത്തും വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് സഞ്ജു കൂടെ തന്നെയുണ്ട്. നല്ല കസ്റ്റമർ സർവീസ് എടുത്തു പറയേണ്ടതുണ്ട്. ഇത് ഒരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, കണ്ട കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുളോക്സിലെ റൂമുകൾ നല്ല വൃത്തിയുള്ളതുമായിരുന്നു. ലൊക്കേഷൻ നല്ലതായിരുന്നു. സർവീസ് നല്ലതായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ 8,500 രൂപ കൊടുത്തത് നഷ്ടമായി തോന്നിയില്ല. ഓഫ് റോഡിലൂടെ ചാടി പോകുമ്പോൾ രാവിലെ ഒരുപാട് വണ്ടികൾ നമുക്ക് ഓപ്പോസിറ്റായി കയറി വരുന്നത് കാണാൻ സാധിക്കും. വളരെ റിസ്കി ആയിക്കൊണ്ട് ആണ് സൈഡ് കൊടുക്കുന്നതൊക്കെ. എന്തായാലും ഈ ഒരു രാത്രിയിലെ താമസം, കക്കടാംപൊയിലിലെ നായടംപൊയിലിലെ ഈ താമസം ഒരിക്കലും ഒരു നഷ്ടമല്ല. ഓർമ്മയിൽ എന്നും സൂക്ഷിച്ചു വയ്ക്കാവുന്ന ചില ഓർമ്മകളുമായിക്കൊണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇനി ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട് ബാലുശ്ശേരിയിലേക്ക്. അങ്ങോട്ട് ഞങ്ങൾ യാത്ര പുറപ്പെടുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ സാബു വെള്ളാരപ്പള്ളി.